നമസ്കാരം. ഒരു വർഷത്തിൽ ഏകദേശം 15 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ബിടെക് അഥവാ എഞ്ചിനീയറിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. പക്ഷേ ബിടെക് പഠിക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാവരും എഞ്ചിനീയർമാരായിക്കൊള്ളണമെന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? യെസ്, യു ഹേർഡ് ഇറ്റ് റൈറ്റ്. ഓൾ ദോസ് ഹു കംപ്ലീറ്റിംഗ് ബിടെക് ആർ നോട്ട് ബിക്കമിംഗ് എഞ്ചിനീയേഴ്സ് ഇൻ ഫ്യൂച്ചർ. ഇൻഫാക്ട് ബിടെക് കഴിഞ്ഞാൽ ഇന്ന് എഞ്ചിനീയർ ആവുന്നവരോടൊപ്പം തന്നെ കല, സാഹിത്യം, സംഗീതം, സിനിമ, സിവിൽ സർവീസസ് തുടങ്ങി വിവിധങ്ങളായ കരിയർ ഓപ്ഷൻസ് നമ്മുടെ മുന്നിൽ തുറന്നിരിക്കുന്നു എന്ന കാര്യം പ്രത്യേകം ഓർമ്മ വെച്ചു. അതുകൊണ്ട് തന്നെ ആശങ്ക പരത്തുന്ന വിധത്തിൽ ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ബിടെക് സ്റ്റുഡൻസിന്റെ എംപ്ലോയബിലിറ്റിയെ കുറിച്ച് തെറ്റിദ്ധാരണജനകമായ പല സർവേകൾ കണ്ട് നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് മുന്നിലുള്ള വിശാലമായ ലോകത്തെക്കുറിച്ച് അറിയാതെയാണ് ഇത്തരം സർവേകൾ പുറത്തിറക്കുന്നത്. ഞാനിത് പറയുന്നത് തികഞ്ഞ ഉത്തരവാദിത്വത്തോടെയും തികച്ചും ആധികാരികവുമായിട്ടാണ്. കഴിഞ്ഞ 30-35 വർഷക്കാലമായി ഇൻഡസ്ട്രീസിലും അക്കാദമിക സ്ഥാപനങ്ങളിലും ഒക്കെ പ്രവർത്തിച്ചതിന്റെ പരിചയത്തിലും ഒരു ദശാബ്ദത്തിലേറെ കാലം റെപ്യൂട്ടഡ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പ്രിൻസിപ്പലായി സേവനം അനുഷ്ഠിച്ചതിന്റെയും പിൻബലത്തിലാണ് ഞാൻ ഇത്ര ആധികാരികമായി ഇക്കാര്യങ്ങൾ പറയുന്നത്. ഞാൻ ഡോക്ടർ സജി ബാലകൃഷ്ണൻ, ചെയർമാൻ ആൻഡ് ചീഫ് കരിയർ മെന്റർ, പ്രൊവിൻസ് അക്കാദമി ഓഫ് കരിയർ എഡ്യൂക്കേഷൻ. വീഡിയോ അവസാനം വരെ കാണുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ്സ് വഴി ഷെയർ ചെയ്യാൻ മടിക്കരുത്. എല്ലാറ്റിനും ഉത്തരങ്ങൾ നൽകുന്നതായിരിക്കും. ഓക്കെ, ചോദ്യം ബിടെക് വിദ്യാർത്ഥികളോടും ബിടെക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളോടുമാണ്. എന്തുകൊണ്ടാണ് എഞ്ചിനീയറിംഗ് പഠിക്കുന്നത്? ഈ ചോദ്യത്തിന് സാധാരണമായ ആൻസേഴ്സ്: 1, സയൻസ് ആൻഡ് ടെക്നോളജിയിലുള്ള നോളജ്; 2, ടു ബിൽഡ് പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ്; 3, ഓഫ് കോഴ്സ് ടു ഗെറ്റ് എ സെക്യൂർഡ് ജോബ്. ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറഞ്ഞു കാണാറുള്ളത്. ഇത് 3ഉം ശരി തന്നെയാണ്. എങ്കിൽ പോലും ദ റിയൽ ബ്യൂട്ടി ഇൻ എഞ്ചിനീയറിംഗ് ഈസ് ദ സ്കിൽസ് ദാറ്റ് യു അക്വയർ ഡ്യൂറിംഗ് യുവർ സ്റ്റഡി ഇൻ ദ എഞ്ചിനീയറിംഗ് കോളേജസ്. അനലിറ്റിക്കൽ തിങ്കിംഗ്, ലോജിക്കൽ റീസണിംഗ്, പെർസുവറൻസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, വെർബൽ എബിലിറ്റി തുടങ്ങി വിവിധങ്ങളായ മേഖലകളിലുള്ള സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നതോടുകൂടി എഞ്ചിനീയറിംഗ് മേഖല ഉൾപ്പെടെ ഏത് മേഖലയിലും ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുന്നത്ര പോസിബിലിറ്റീസ് ആണ് എഞ്ചിനീയറിംഗിനുള്ളത് എന്ന കാര്യത്തിൽ മറക്കരുത്. എഞ്ചിനീയറിംഗ് പഠനകാലത്ത് ലഭിച്ച ഇത്തരം എക്സ്പോഷറുകളുടെ കൂടി ഫലമായിട്ടാണ് നമുക്ക് പ്രശസ്തരായ സയൻസ് ടെക്നോളജി വിദഗ്ധർ ഇ ശ്രീധരൻ, എസ് സോമനാഥ്, സുന്ദർ പിച്ചൈ, നാരായൺ മൂർത്തി, സത്യ നടേല, വി കെ മാത്യൂസ് ഫ്രോം IBS എന്നിവരൊക്കെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചപ്പോൾ തന്നെ സിനിമാ മേഖലയിൽ പ്രശസ്തരായിട്ടുള്ള കാർത്തി, നിവിൻ പോളി, ടൊവിനോ തോമസ്, നിത്യ മേനൻ, സോനു സൂദ്, ജയം രവി തുടങ്ങിയ ആർട്ടിസ്റ്റുകളും, ഒപ്പം തന്നെ സിവിൽ സർവീസസിൽ നിന്ന് മുഹമ്മദ് ഹനീഷ്, എൻ പ്രശാന്ത് തുടങ്ങിയ IAS ഓഫീസർമാരും, ചേതൻ ഭഗത്തിനെ പോലെ സാഹിത്യരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ചവരും, ഒപ്പം സ്പോർട്സ് ക്രിക്കറ്റിൽ R അശ്വിൻ, S ശ്രീശാന്ത് തുടങ്ങിയ പ്രശസ്തരൊക്കെ എഞ്ചിനീയറിംഗ് ബിരുദധാരികളാണ് എന്ന കാര്യം നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. സ്റ്റുഡൻസ്, ഇനിയും ഇതുപോലെ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഇതൊക്കെ പറയുന്നത് എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിന് ശേഷം നമുക്ക് ആവശ്യമായ മേഖലകളിൽ എത്തിച്ചേരുവാൻ നമുക്ക് സാധിക്കും എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. കല, ശാസ്ത്രം, സാഹിത്യം, സിവിൽ സർവീസസ്, എഞ്ചിനീയറിംഗ് മേഖലകൾ, മാനേജ്മെന്റ് മേഖലകൾ, സംഗീതം, അഭിനയം എന്ന് തുടങ്ങി എല്ലാ മേഖലകളിലേക്കും നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു ഫൗണ്ടേഷൻ കോഴ്സായിട്ട് ബിടെക്കിനെ കണക്കാക്കുന്നതിൽ ഒരു തെറ്റുമില്ല. എഞ്ചിനീയറിംഗ് പഠനകാലത്ത് തന്നെ നമ്മുടെ ശരിയായ അഭിരുചി ശാസ്ത്രീയമായി കണ്ടുപിടിച്ച് അതിനനുസരിച്ചിട്ട് വേണ്ടുള്ള പ്രൊഫൈൽ ബിൽഡിംഗ് നടത്തുക എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ബിടെക് പഠിക്കുന്നവരും പഠിക്കാൻ ആഗ്രഹിക്കുന്നവരും ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. എല്ലാവർക്കും നല്ല വിജയങ്ങൾ ആഗ്രഹിക്കുന്നു. ബെസ്റ്റ് വിഷസ് ടു ഓൾ. താങ്ക് യു സോ മച്ച്.